നമ്മളുടെ ഒരു പുതിയ യൂട്യൂബ് ചാനലാണ്. നമ്മൾ ആദ്യത്തെ ഒരു വീഡിയോ ആണ്. കാണുന്ന ആൾക്കാരെല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുക. ഇത് നമ്മളുടെ ഒരു ചെറിയൊരു അക്കൗണ്ടാണ്. ഒരു ടോപ്പപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ലെവലെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 31 ഇതാ കറങ്ങിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. പെട്ടെന്ന് വരുന്നില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് വേറെ കാണിക്കാം. അപ്പോൾ നമ്മളെ കളക്ഷൻസ് കാണിച്ചു തരാം. കളക്ഷൻസ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും കുറച്ചുണ്ട്, അതൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആൾട്ടിൽ കയറാം. അപ്പോൾ നമ്മളെ ഒരു തലയിൽ മുടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഒരു 7 മണിക്കൂറത്തേക്കൊരു മുടിയുണ്ട്. പിന്നെ പെർമനൻ്റ് ആയിട്ട് ഇതാ ഈ ഒരു മുടി. അപ്പം ഞാൻ മുടിയൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ മാസ്ക് ഒന്നുമില്ല. പിന്നെ ഇതാ ഈ ഫേസ് ഒരെണ്ണം ഉണ്ട്. ഇതാണ് അത് ഇച്ചിരി ഓവർ ബ്രൈറ്റാണ്, അതുകൊണ്ട് ഞാൻ അത് കൊടുക്കുന്നില്ല. അപ്പം അടുത്ത് ഉടുപ്പിൽ നമുക്കൊരു വുഡിയുണ്ട്. പിന്നെ ഒരു ഇതേ കണക്കുള്ള ഒരു കോട്ടുണ്ട്. അതും 17 മണിക്കൂറത്തേക്കുള്ളതാണ്. പിന്നെ ഒരു പെർമനൻറ്റ് ജേഴ്സി ഉണ്ട്. ഒരു ബ്ലാക്ക് ഉണ്ട്. പിന്നെ ഒരു കോട്ട്. പിന്നെ എല്ലാ ഇതിലും ഉള്ള ആദ്യമായി കിട്ടണ ഒരു വുഡി കണക്കത്തെ ഒരു ഇതാണ്. പിന്നെ ഇത് ഞാൻ വുഡിയാണ് ഇട്ടേക്കുന്നത്. പിന്നെ ഒരു പെണ്ണിൻ്റെ ഒരു ഉടുപ്പും കൂടെ ഉണ്ട്. അടുത്ത് പാൻസിൻ്റെ കളക്ഷനാണ് വരുന്നത്. ഒരു ജീൻസ് ഉണ്ട്, അതാണ് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്നത്. പിന്നെ 17 മണിക്കൂറത്തേക്ക് ഈ പാൻ്റ് ഉണ്ട്. പിന്നെ ഒരു ജീൻസ് ഉണ്ട്. ഇത് മെലിഞ്ഞൊന്ന് കിടക്കുകയാണ്, അതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ ഒരു ഷോർട്ട്സ് ഉണ്ട്, ഒരു ചാണകപ്പച്ച കളറാണ്. പിന്നെ നമ്മളെ ടാസുവേൻ്റെ നിക്കർ തന്നെ. അടുത്ത് ഷൂസാണ് വരുന്നത്. ഷൂസിൽ ഒരു വൈറ്റ് ഷൂ ഉണ്ട്. പിന്നെ 17 മണിക്കൂറത്തേക്ക് ഈ ഒരു ഷൂ ഉണ്ട്. പിന്നെ ഒരു ഈ നീലയും വെള്ളയും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷൂവും കൂടെ ഉണ്ട്. പിന്നെ ഒരു ബൂട്ടുണ്ട്. പിന്നെ ഒരു ഗേളിൻ്റെ ചെരുപ്പും ഉണ്ട്. പിന്നെ ടാസ്വേൻ്റെ നോർമൽ ഷൂ ഉണ്ട്. ഞാൻ ഈ വൈറ്റ് ഷൂ ആണ് ഇടാനത്. ഇമോട്ട് നമ്മളുടെ ഹായ് ഇമോട്ടുണ്ട്. ഹായ് അതുണ്ട്. പിന്നെ പോസ്റ്റർ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് സ്കിന്ന് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അടുത്ത് കളക്ഷൻ ബാഗാണ്. ബാഗിൻ്റെ ഒരു എല്ലാവർക്കും കിട്ടും. പിന്നെ ഒരു കാലന കണക്കത്തുള്ളൊരു ഇതുണ്ട്. പിന്നെ ഒരു ഫുഡിൻ്റെ ഒരിതുണ്ട്. പിന്നെ ആദ്യമായി കിട്ടുന്ന ഒരു ബാക്ക് പാക്ക് ഉണ്ട്. അടുത്ത് നമ്മളുടെ പെട്ടി, ശവപ്പെട്ടി. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളപ്പെട്ടിയുണ്ട്. ഇത് പഴയ മറ്റേ കഴിഞ്ഞ ഇവൻറ്റിൻ്റെ ഒരു പെട്ടിയുണ്ട്. പിന്നെ ഈ പച്ച പെട്ടിയുണ്ട്. പിന്നെ ഈ കില്ല് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോക്സ് ഉണ്ട്. പിന്നെ ഈ വുഡൻ ബോക്സ് ഉണ്ട്. പിന്നെ എപ്പോഴും ഉള്ള തന്നെ ആദ്യമേ കിട്ടുന്ന ബോക്സ്. അടുത്ത് നമ്മൾ പാരച്യൂട്ടാണ്. അത് ആദ്യമേ വരുന്ന പാരച്യൂട്ട് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുണ്ട് ഒരു ബ്ലാക്ക് കളറിൽ. പിന്നെ ഇതുണ്ട്. പിന്നെ ഒരു വെള്ളയും മറ്റേ ഫുഡിൻ്റെ കണക്കത്തെ ഒരിതുണ്ട്. പിന്നെ ആദ്യമേ കിട്ടുന്ന തന്നെ ഒരിതുണ്ട്. അടുത്ത് സ്കേറ്റ് ബോർഡ് ഇതുണ്ട്. മറ്റേ നമ്മളെ ബാഗിൻ്റെ അത് തന്നെ ഇതുണ്ട്. പിന്നെ കഴിഞ്ഞ മറ്റേ ഇവൻറ്റിൻ്റെ സ്കേറ്റ് ബോർഡും ഉണ്ട്. അടുത്ത് വെഹിക്കിളിൽ ഒന്നുമില്ല, കാറിലൊന്നുമില്ല, ബൈക്കിലൊന്നുമില്ല, പിന്നെ ഈ ട്രക്കിലൊന്നുമില്ല, ഈ പാട്ടക്കാറിലൊന്നുമില്ല, ജീപ്പിലൊന്നുമില്ല, പിന്നെ ഈ കാറിലൊന്നുമില്ല, ഓട്ടോയിലൊന്നുമില്ല. അടുത്ത പ്രൊഫൈലാണെന്ന് പറഞ്ഞെങ്കിൽ ഇതിലില്ല. ഇത് അവതാർ ഇൻഫിനിറ്റീൻ്റെ ഇതുണ്ട്. കഴിഞ്ഞ ഇവൻറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ ഈ ഫുഡിൻ്റെ ഇതുണ്ട്, കോഡേൻ്റെ ഉണ്ട്, സാൻഡിനുണ്ട്. പിന്നെ ഒരു മറ്റേ സ്കെൽട്ടൻ്റെ ഒരു തലയുണ്ട്. പിന്നെ മാക്സിയത്തിൻ്റെ ഒരു തല, ഒരു ദേഹത്തിൻ്റെ ഇതുണ്ട്. പിന്നെ എപ്പോഴും ന്യൂബായിട്ട് വരുമ്പോൾ തന്നെ നമുക്ക് കിട്ടണം ഇതുണ്ട്. ഞാൻ ഇൻഫിനിറ്റീൻ്റെയാണ് ഇടയ്ക്കണം.
പിന്നെ അടുത്ത 8 ആനിവേഴ്സറിൻ്റെ ഇൻഫിനിറ്റി അതിൻ്റെ ഒരെണ്ണമുണ്ട്. കഴിഞ്ഞ ഇവൻറ്റിൻ്റെ ഇതുണ്ട്. പിന്നെ നൂഡിൽസിൻ്റെ ഫുഡിൻ്റെ അതുണ്ട്. പിന്നെ ആദ്യം ന്യൂബായിട്ട് വരുമ്പോൾ കിട്ടണ അതുണ്ട്. ഞാൻ ഇപ്പോൾ ഇട്ടേക്കണ മറ്റേ നമ്മുടെ ഇത് 8 ആനിവേഴ്സറി ഇൻഫിനിറ്റീൻ്റെ അതാണ് ഇട്ടേക്കണ. പിന്നെ ഇതിൽ നമുക്കൊന്നുമില്ല, നമ്മളെ ക്യാരക്ടറിൻ്റെ തന്നെയാണ്. അതേഴ്സിൽ വരുമ്പോഴത്തേക്കും കുറേ ഇതുണ്ട്. ടോക്കൺസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു പെട്ടിയുണ്ട്, നമുക്കിപ്പോൾ തന്നെ ഓപ്പൺ ചെയ്തേക്കാം. ഓപ്പൺ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു EXP കിട്ടിയിട്ടുണ്ട്. അടുത്ത് വെപ്പൺസിൽ വരുമ്പോഴത്തേക്കും ഇവ ഒന്നും തന്നെ ഇല്ല, ഒന്നുമില്ല, ഇവ എനിക്കൊന്നുമില്ല. അപ്പോൾ അടുത്ത് ആർമറിയിൽ വരുമ്പോഴത്തേക്കും റൈഫിളിൽ M4A1 2 സ്കിന്നുണ്ട്. ഇതും പിന്നെ ഇതും ഞാൻ ഈ മഞ്ഞയാണ് കിറ്റ് ചെയ്തേക്കുന്നത്. AK-47 വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും കിട്ടണ ഒരു സ്കിന്ന് തന്നെയാണ്. ഈ റെഡ് സ്കിന്ന്, റെഡ് സമുറായി, അതാണ് നമ്മളുടെ ഈ സ്കിൻ. പിന്നെ സ്കാറിന് വരുമ്പോഴത്തേക്കും ഒരു സ്കിന്നില്ല. ഗ്രോസയ്ക്ക് വരുമ്പോഴത്തേക്കും അതിനും ഒരു സ്കിന്നില്ല. അടുത്ത ഫാമസിന് ഒരു സ്കിന്നില്ല. എക്സമേറ്റിന് ഒരു സ്കിന്നുണ്ട് ഫ്രണ്ട്സ്. അടുത്ത് AN94 അതിനും ഒരു സ്കിന്നില്ല. പ്ലാസ്മയ്ക്ക് ഒരു സ്കിന്നില്ല. ഓഗിന് ഒരു സ്കിന്നില്ല. പരഫലിന് ഒരു സ്കിന്നുണ്ട്. 9 ദിവസത്തേക്കും 20 മണിക്കൂറത്തേക്കും ഒരു സ്കിന്നുണ്ട്. അടുത്ത് കിങ്ഫിഷറിന് ഒരു സ്കിന്നുമില്ല. G360 ഒരു സ്കിന്നുണ്ട്. അടുത്ത് മാർക്സ്മാൻ റൈഫിളാണ്. അതിൽ M14 ഒരു സ്കിന്നുമില്ല. SKസിന് ഒരു സ്കിന്നുമില്ല. SVDക്ക് ഒരു സ്കിന്നുമില്ല. വുഡ്പെക്കറിന് ഒരു സ്കിന്നുണ്ട്. 28 ദിവസവും 19 അവറും. അടുത്ത് AC-80 അതിനൊരു സ്കിന്നുമില്ല. അടുത്ത് മെഷീൻ ഗണ്ണാണ്. അത് M249 അതിനൊരു സ്കിന്നുമില്ല. M60 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. അത് ഡേറ്റിനായിരുന്നു കിട്ടിയിരുന്ന, ഇപ്പോൾ ഒന്നുമില്ല. അടുത്ത് കോഡ് അതിനും ഒരു സ്കിന്നില്ല. അടുത്ത സബ് മെഷീൻ ഗൺ നമ്മുടെ UMPക്ക് ഒരു സ്കിന്നില്ല. MD5നും ഒരു സ്കിന്നില്ല. VSS അതിനും ഒരു സ്കിന്നില്ല. MB40ക്ക് പറയണ്ടല്ലോ, അതിനും ഇല്ല. P90ക്കില്ല, ഇതിനില്ല. തോംസൺ ഇല്ല, വെക്ടറിനില്ല, മാക്ഡണ്ണിനില്ല. മാക്ഡണ്ണിന് ഒരു ചിറകുള്ള സ്കിന്നൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ അപ്പം 30 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. അടുത്ത് ബൈസൺ ഒരു സ്കിന്നുണ്ട്. 27 ദിവസത്തേക്കും 3 മണിക്കൂറത്തേക്കും ഒരു സ്കിന്നുണ്ട്. അടുത്ത് ഷോർട്ട് ഗണ്ണിൽ M10 ഒന്നുമില്ല. സ്പാസിസിനൊന്നുമില്ല. M80ക്ക് ഒന്നുമില്ല. അടുത്ത് മാഗ് 7 ഒന്നുമില്ല. ചാർജ് ബസ്റ്ററിനൊന്നുമില്ല. ട്രോഗൺ ഒന്നുമില്ല. അടുത്ത് M590 നമ്മളെ പൊട്ടാസ് തോക്ക് അതിനുമില്ല. സ്നൈപ്പറിൽ നമ്മളെ വരുന്നതൊക്കെയാണത് AWMനില്ല. കാർമ 80Kയ്ക്കില്ല. MA2Bക്കില്ല. M24നില്ല. ഹീൽ സ്നൈപ്പറിനില്ല. പിന്നെ VSK94നും. അടുത്ത് പിസ്റ്റലിൽ USPക്കില്ല. ഡെസേർട്ടുകളില്ല. G118നില്ല. M17873ക്കില്ല. M500 ഇല്ല. 2 റിവോൾവറിനില്ല. USP 2 ഇല്ല. മിനി USP ഇല്ല. അടുത്ത് ഹീൽ പിസ്റ്റലിനില്ല. ഹാൻഡ് കാനണില്ല. ഐസ് ഗണ്ണിനില്ല. അടുത്ത് മീലിക്ക് 2 സ്കിന്നുണ്ട്. പിന്നെ ഒരു സ്കിന്നും നല്ല തിളക്കമുള്ള ഒരു സ്കിന്നാണ്. പിന്നെ ഇതാണ് ഒരു ഡ്രാഗൻ്റെ ഒരു തലയൊക്കെയുണ്ട്. ഒന്നുമില്ല. അടുത്ത് പരാങ്കിനില്ല. ബാക്കിനില്ല. കട്ടാനക്കില്ല. സൈറ്റിനില്ല. FF നൈഫിനും ഒന്നുമില്ല. ഫിസ്റ്റിനാണെങ്കിൽ ഒന്നുമില്ല. അടുത്ത് ഗ്രനേഡിന് ഒരെണ്ണം ഉണ്ട്. സ്മോക്ക് ഗ്രനേഡിനൊന്നുമില്ല. ഗ്ലൂ വാളിന് 2 ഉണ്ട്. ഒരെണ്ണം CS കളിച്ച് കിട്ടിയതിനും പിന്നെ ഒരെണ്ണം BR കളിച്ച് കിട്ടിയതിനും. ഞാൻ ഇപ്പം CS ഇട്ടേക്കണത്. അപ്പം നമുക്ക് ഒരു മാച്ച് അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ. നമ്മളിപ്പം BRൽ പ്ലാറ്റിനം 2ഉം CS പ്ലാറ്റിനം 3യുമാണ്. അപ്പം നമുക്ക് പ്ലാറ്റിനം 3 ആയ CS തന്നെ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം.
ലോഡായിട്ടുണ്ട്. ആൽബൈനാണ് നമ്മുടെ ഫൈറ്റ് നടക്കണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. Free Fire India is set in a virtual world, and it's not based. The young Tatsuya knows how to get things done. I trained myself for this on Bermuda. Apparently, രണ്ട് I'm It's showtime. ഓക്കെ, അവിടെ ഒരുത്ത ഇമോട്ടൊക്കെ ഇടുന്നുണ്ട്. ഫ്രണ്ട്സ്, ഞാൻ അത്യാവശ്യം ന്യൂബൊക്കെ തന്നെയാണ്, പ്രോയൊന്നും അല്ല അത്ര. അവിടെ ഒരു പോയി നിൽപ്പുണ്ട്, പക്ഷേ നെറ്റ് പോയി, അല്ലെങ്കിൽ നമുക്ക് അവനെ ഇപ്പം കില്ലടിക്കാമായിരുന്നു. ഇതെന്തുവാ ഫ്രണ്ട്സ്, നെറ്റ് ഒന്ന് കളിക്കുന്നു. നമ്മളൊരു ഫ്രണ്ട്സ് നമ്മളൊരുത്ത നോക്കാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതാ ഒരു കൈറോസിനെ നോക്കിയിട്ടുണ്ട്. നമ്മളുടെ ടീമിലുള്ള കുറേ പേര് ഡെഡായിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ മണ്ടയിൽ ഒരുത്തിന് ആളുണ്ട്, അപ്പോൾ നമുക്ക് അവിടെ നോക്കാം. ഇതാ ഇവ എവിടെയോ ഞഴഞ്ഞ് പോവുകയാണ്. അവിടെ അടിയടപ്പുണ്ട്, എന്താവോ എന്തോ. ഇതാ ഫ്രണ്ട്സ്, താഴെ നിരുത്തം കയറി വന്നിട്ടുണ്ട്. ഞാൻ ചെത്തിട്ടുണ്ട്. ഇവനും കൂടെ ഉള്ളു ഫ്രണ്ട്സ്, ഫൈനൽ ഫൈറ്റാണ്. എന്താ ഫ്രണ്ട്സ്, നെറ്റ് പോകാം. അവന്മാര് കൊണ്ടുപോയിട്ടുണ്ട്. നെറ്റ് പോയി അവിടെ നിൽക്കായിരുന്നു, അതുകൊണ്ട് പോയി. ഓക്കെ, ഫ്രണ്ട്സ് ഇവെന്താ ഇവിടെ റിമോട്ട് ഇടുന്നുണ്ട്. ഈ മാക്സ് ആദ്യമേ കയറി ചാവാനാണ് എല്ലാവരുടെയും പ്ലാനെങ്കിൽ ഇവിടെ നടക്കൂല. അപ്പം നമുക്ക് നേരെ സൈഡിൽ കൂടെ പോകാം. സൈഡിൽ കൂടെ പോകുന്നതാണ് ഏറ്റവും എളുപ്പം. നമുക്ക് സൈഡിൽ കൂടെ പോകാം. ഓക്കെ, അവിടെ അടി തുടങ്ങി. നമ്മള് ഒരു കളി നമ്മൾ നമുക്ക് എക്സമേറ്റ് എടുക്കാം. ആർക്കോ വേണം പോലെ നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം ആവില്ലേ. അപ്പൊ നമുക്ക് ഡൽഗോൺ എടുത്തേക്കാം. നമുക്ക് ഡോളിന്റെ ബണ്ടിലൊക്കെ എടുക്കണമെങ്കിൽ യൂസ്ഫുള്ളാണ്. നമുക്ക് HP കൂട്ടി വെച്ചേക്കാം. HP അല്ല PP. അപ്പം നമുക്ക് പോകാം. അവിടെ തോംസണൊക്കെ കിടപ്പുണ്ട്. വേണ്ട, ഓവർ കുത്തിപ്പൊടിയായി പോവും. നമുക്ക് എക്സമേറ്റും മാക്ഡൗണും വെച്ച് തന്നെ കളിക്കാം. മാക്ഡൗണും കുത്തിപ്പൊടിയാണ്, എന്നാലും കുഴപ്പമില്ല. അവ ഇപ്പോ ഇവിടെ എനിമിയുണ്ട്. അവൻ വന്ന് കയറിയത് ഇവൻ്റെ വയ്ക്കാത്തായിരുന്നു. അവ അടിച്ച് നൈസായിട്ട് പൊട്ടിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത കളി നമുക്ക് എന്തായാലും ഒരു കില്ലാണ്. എടുക്കാം, എടുത്തേക്കാം ഫ്രണ്ട്സ്. ടൊമാറ്റോ തന്നെ നമുക്ക് അടിക്കാൻ നല്ലത്. ഓക്കെ, ഇവൻ്റെ നെറ്റ് പോയെന്നാണ് തോന്നുന്നത്. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. അവൻ്റെ ലിവറാണ് ഫ്രണ്ട്സ് ഇരിക്കുന്നത്. ഉണ്ടോ?
അതിൻ്റെ പിറകെ തന്നെ പോയിക്കാം. ഓക്കെ, ഇവിടെ ആളെ കണ്ടിട്ടുണ്ട്. കുറെ ഡാമേജ് കൊടുത്തായിരുന്നു, എന്നാലും നമുക്ക് നമ്മളെ എനിമി അവൻ ഡാമേജ് അടിച്ച് കുറച്ച് വെച്ചിരുന്നു ഫ്രണ്ട്സ്. അവൻ ഒന്ന് തൊട്ടപ്പോൾ തന്നെ നമ്മൾ ചത്തുപോയി. അതായിരുന്നു പ്രശ്നം. കുട്ടിക്കുട്ടിയാണല്ലോ ഓടിട്ടുണ്ട്. ശേ, നമ്മളെ മാച്ച് പോയെന്നാണ് തോന്നണത്. എന്തായാലും നമുക്ക് പിടിക്കണം. One opportunity closes a door. AWM ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്കിപ്പോ AWM Back open. Need equipment. വേണോ? MP40 എടുത്തേക്കാം. Thanks. Need equipment. Need equipment. ഫ്രണ്ട്സ്, എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് തോക്കാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമാണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തൊക്കെ. അവിടെ അടി തുടങ്ങി. അപ്പോൾ നമുക്കും കൂടെ ഒന്ന് കയറി നോക്കാം. Help me. ഫ്രണ്ട്സ്, അവനെ കൊല്ലാൻ നിന്നെങ്കിൽ നമ്മളും കൂടെ ചത്ത്. കുഴപ്പമില്ല, അവനാണ് നമ്മളെ കിങ്. അപ്പം നമുക്കൊരു ലൈക്ക് കൊടുത്തിരിക്കാം. പൊളിയായിട്ട് കളിച്ചവൻ. ഗ്രോസ് ഫ്രണ്ട്സ്, ഇപ്പം ഇറങ്ങിയ ഈവൻറ്റിൽ ഗ്രോസയാണ് ആ ചെറുക്കൻ്റെ കയ്യിരിക്കണത്. അപ്പം നമുക്ക് ലോബിയിലോട്ട് പോവാം. ഓക്കെ, ഡിസൻ്റെ 5 ദിവസം കൂടെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ പെട്ടെന്ന് പറഞ്ഞാൽ ഡ്രക്കിയാണ്. ഇമോട്ടൊക്കെ ഉണ്ട് നമ്മൾ ഡ്രക്കിൻ്റെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമ്മൾ കളീൻ്റെ ഇടയ്ക്ക് പറഞ്ഞ ആൾക്ക് തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗണ്ണിൻ്റെ പേരും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബായ്. നമ്മൾ ഇമോട്ടും കൂടെ ഇട്ടായിരുന്നു. ബായ്.